ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഓളെ കണ്ടുകൂടാ, അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ ഓളെ കണ്ടുകൂടാ. ഇതൊന്നും പുറത്തല്ലോ, പുറത്തല്ല ലോകിയായിരിക്കും, കാണുമ്പം ചിരിക്കുകയും ചെയ്യും, ഭയങ്കര വർത്താനമൊക്കെ ആയിരിക്കും. ഉള്ളുന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലേ ആര്യായി പോയി എന്ന്. നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട്. പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ മുറിഞ്ഞ മനസ്സുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവസാനം മരിച്ച് മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്ന് പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിലുള്ളതെന്നറിയോ? ഇതൊന്നും വിശ്വാസമില്ലാത്തവരാണ് പോട്ടെ എന്ന് വെക്കുക. അവ്വൽ വക്തിന് ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ? എന്ത് കാവലാ നിങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്? എന്ത് സമാധാനത്തിൽ ഞങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്? നാട്ടിലെ ഖുർആൻ ക്ലാസ് ഉണ്ടോ? ആഴ്ച തെറ്റാതെ പുളിക്കലിലും ആഴ്ച തെറ്റാതെ നാട്ടിലുള്ള ഖുർആൻ ക്ലാസിന്റെ പോരിശ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ റബ്ബിനോട്? വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള ഖുത്ബ മാത്രം മതി എന്ന് വിചാരിച്ചു